കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വർഷകാല മേഘങ്ങൾ എന്ന ചിത്രത്തിലൂടെ തന്റെ മികച്ച അഭിനയം കാഴ്ചവെച്ച് ജനഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കുമാരി അശ്വതിയെ ഞാൻ അത് സ്വീകരിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നിമിഷം സർ. എക്സ്ക്യൂസ് മീ. സഹൃദയരെ, നിങ്ങളോടൊരു വാക്ക്. വർഷകാല മേഘങ്ങളിലെ എൻ്റെ അഭിനയത്തിന് നിങ്ങൾ എനിക്ക് തന്ന അംഗീകാരത്തിൽ ഞാൻ കൃതജ്ഞതയുള്ളവളാണ്. പക്ഷേ ഞാനിന്ന് ദുഃഖിതയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നെയും കലാരംഗത്തെയും ഒരുപോലെ വിട്ടുപിരിഞ്ഞ് രാജേന്ദ്രബാബു എന്ന സഹപ്രവർത്തകനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനമാണ് സാഹിത്യം. സമൂഹത്തിന് കടപ്പെട്ടവനാണ് കലാകാരൻ. താൻ രചിച്ച തന്റെ തെരുവ് നാടകങ്ങളുടെ സാമൂഹ്യ ദ്രോഹികളെയും ചൂഷകന്മാരെയും എതിർത്ത് രാജേന്ദ്രബാബു തന്റെ അമർഷം രേഖപ്പെടുത്തി. അതിൽ വെകിളി പൂണ്ട് അധികാരവർഗത്തിൽപ്പെട്ട ഒരു പകൽമാന്യൻ തന്ത്രപൂർവ്വം ഒരുക്കിയ കെണിയിൽ ബാബുവിന് തന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു. അതൊരു അപകട മരണമാണെന്ന് വരുത്തി തീർക്കാൻ അധികാരമുള്ളിടത്തോളം കാലം അവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ബാബുവിനെ സ്നേഹിച്ച കലാകാരന്മാരുടെ പരാതികളും നിവേദനങ്ങളും വെറും മനരോധനങ്ങളായി അവശേഷിച്ചു. ആ കൊലപാതകത്തിന് ഇനിയും ഒരു തുമ്പുണ്ടാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴഞ്ചൊല്ല് ഇവിടെ പ്രസക്തമാവുകയാണ്. ഇനിയും കണ്ണു തുറക്കാൻ കൂട്ടാക്കാത്ത അധികാരികളുടെ നിലപാടിൽ പ്രതിഷേധിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ഞാൻ എനിക്ക് ലഭിച്ച ഈ പുരസ്കാരം നിഷേധിച്ചുകൊണ്ട് എന്റെ അമർഷം രേഖപ്പെടുത്തുന്നു. ആ സംഭവം അതിനൊരു തുടക്കം കുറിച്ചു. ഭാർഗവിനെതിരായി എതിർപ്പുകൾ പല ഭാഗത്തു നിന്നുമുണ്ടായി. അവസാനം അത് ഭാർഗവിന്റെ രാജിയിൽ അവസാനിച്ചു. ഈ പ്രൊഡ്യൂസർ തോമസ് ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്കറിയില്ല സർ. ഞാൻ സിനിമയുമായി ബന്ധമില്ലാതായിട്ട് കുറെ കാലമായി. ഞങ്ങൾ വരട്ടെ? വിക്രം, ഇവർ പറഞ്ഞ തോമസും അന്ന് ഭാർഗവന്റെ അവിടെ ഹോട്ടലിൽ താമസിച്ചിരുന്ന തോമസും ഒരാളായിരിക്കും? ആയിരിക്കാൻ വഴിയുണ്ട് സർ. Then we'll go straight to Hotel President. Yes, sir. Hello, sir. Central Bank of India. Oh, I am sorry. Central Bureau of Investigation. Sir, എന്താ ഇവിടെ വല്ല കോൺഫിഡൻസ് ഉണ്ടോ? നിങ്ങൾ എന്താ ഇവിടെ? ഔസേപ്പച്ചനും നാരായണൻ ഇവിടെ ഉണ്ട് സർ. ഔസേപ്പച്ചന്റെ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വെച്ചാണല്ലോ നടി അശ്വതി. ഔസേപ്പച്ചനെ പറയില്ല. 23 ആണ് സർ. 23. ഹലോ സർ, ഹൗ ആർ യു? I know, Bank of Tanjavur. I remember. താൻ കാരണം ഔസേപ്പച്ചൻ പടം പിടിക്കാൻ ഇറങ്ങിയതല്ലേ? No sir, never sir. It is that നാരായണൻ. അയാളാ പെട്ടെന്ന് കാശുണ്ടാക്കാന്ന് പറഞ്ഞ്. എന്നിട്ട് ഇപ്പൊ എത്ര പോയി കിട്ടി? ഒരുപാട് പോയി സർ. ആഹാ. ഔസേപ്പച്ചന്റെ സാറ് പറഞ്ഞ ജോലി? We are from the CBI. ആ രജിസ്റ്ററിംഗ് എടുക്കൂ. ഇവിടം വരെ വരേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴാ ഔസേപ്പച്ചൻ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞത്. ഒന്ന് കണ്ടേക്കുവാന്ന് കരുതി. വിഷമിക്കേണ്ട മിസ്റ്റർ നാരായണൻ, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. ഓ, കോൺട്രാക്ട് ഒക്കെ നിർത്തി പടം പിടിപ്പ് തുടങ്ങി ഔസേപ്പച്ച? ഒന്നും പറയണ്ട സാറ്, കഷ്ടകാലമാ. കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഔസേപ്പച്ചന്റെ കൂടപ്പുറപ്പാണല്ലോ. അശ്വതി മരിച്ച ദിവസം ഔസേപ്പച്ചൻ അശ്വതിയെ കണ്ടിരുന്നു? സാറാണോ ഈ കേസും? അതെ, കണ്ടിരുന്നോ? കണ്ടിരുന്നു. വൈകിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോ കുറച്ച് ക്യാഷ് കൊടുക്കാൻ പോയതാ. ആ, അപ്പോ നിങ്ങൾ കൊടുത്ത ക്യാഷാണ് അശ്വതിയുടെ പെട്ടിയിലുണ്ടായിരുന്നത് അല്ലേ? അത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നോ എന്തിനു വേണ്ടിയാണെന്നോ വല്ലതും അശ്വതി പറഞ്ഞിരുന്നോ? ഇല്ല സർ. മന്ത്രി ഭാർഗവൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അറിയില്ല സർ, ഞാൻ കണ്ടില്ല. മന്ത്രി ഭാർഗവൻ മിസ്റ്റർ നാരായണന്റെ കൂട്ടുകാരനല്ലേ?
എന്നിട്ടും അയാൾ ഇവിടെ ഉണ്ടായിരുന്ന വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല സാർ. പണ്ടൊരിക്കൽ നിങ്ങൾ ഇതുപോലെ എന്നോട് കള്ളം പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? അയ്യോ, ഇതങ്ങനെ അല്ല സാർ. ഭാർഗവനെ ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല. മിസ്റ്റർ ഔസേപ്പച്ചൻ, ഞങ്ങളുടെ അറിവോ സമ്മതമോ കൂടാതെ നിങ്ങൾ രണ്ടുപേരും ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. എന്താ ചാക്കോ, തോമസിന്റെ പേരുണ്ടോ? ഇല്ല സർ, പക്ഷെ രജിസ്റ്ററിലും ബിൽ ബുക്കിലും ചില തിരിമറികൾ നടന്നിട്ടുണ്ട്. രജിസ്റ്ററിൽ 1 മിസ്റ്റർ സദാശിവൻ, ചിങ്ങവനം PO, കോട്ടയം, 2-ാം തീയതി റൂം നമ്പർ 32-ൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. 3-ാം തീയതി ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ബിൽ നമ്പർ 1503, ഡേറ്റഡ് 3/7/89. ഈ 1503-യുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയിൽ 1 മിസ്റ്റർ തോമസ്, കോൺട്രാക്ടർ, കോട്ടയം എന്നാണ് എഴുതിയിരിക്കുന്നത്. 2-ാം തീയതി ചെക്ക് ഇൻ ചെയ്തു, 3-ാം തീയതി ചെക്ക്ഔട്ട് ചെയ്തു. റൂം നമ്പർ 32. അശ്വതി എന്നാ മരിച്ചത്? 3/7/89. ആർക്കോ വേണ്ടി ഇവൻ ലെഡ്ജർ ഷീറ്റിൽ കള്ളപ്പേരെഴുതി. അത് ബിൽ ബുക്കിൽ മാറ്റി എഴുതാൻ വിട്ടുപോയി. അതെങ്ങനെയാ മിസ്റ്റർ ഈ തിരിമറി സംഭവിച്ചത്? രജിസ്റ്ററിൽ സദാശിവനും ബില്ലിൽ തോമസുമായത് എങ്ങനെയാ? അത് അവർ രണ്ടുപേരുണ്ടായിരുന്നു സാർ. സദാശിവൻ രജിസ്റ്ററിൽ പേരെഴുതിയിരിക്കും, തോമസ് ബില്ല് പേ ചെയ്തിരിക്കും. അതെങ്ങനെ സാധിക്കും? രജിസ്റ്ററിലുള്ള സദാശിവന്റെ പേരിൽ തന്നെ ബില്ല് എഴുതണമെന്ന് റൂളില്ലേ? ഓ സാർ, ചിലപ്പോൾ ധൃതിയിൽ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കള്ളം പറയുന്നത്. ലീവ് ഹിം ചാക്കോ. ഇവനെ കൊണ്ട് മണി പോലെ ഞാൻ പറയിപ്പിക്കാം സാർ. അല്ലാതെ നമുക്ക് പറയിപ്പിക്കാമല്ലോ. നിങ്ങളുടെ മുതലാളി ഇപ്പൊ എവിടെ ഉണ്ട്? ഊട്ടിയിൽ പോയിരിക്കുകയാണ് സാർ. എന്ന് വരും? നാളെ മറ്റന്നാളോ വരും. മുതലാളിയുടെ ഓഫീസിൽ വന്ന് ഈ ബുക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോകാൻ ശരി സാർ. സാർ, അശ്വതി മരിച്ച ദിവസം രാത്രി അവളുടെ കാമുകൻ പ്രൊഡ്യൂസർ മോഹൻ അവളെ കാണാൻ ചെന്നിരുന്നു. സാർ, ആ ടെലിഫോൺ ഓപ്പറേറ്ററെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ അയാൾ പറഞ്ഞു അശ്വതി മരിച്ച ദിവസം രാത്രി അശ്വതിക്ക് ഒരു ഫോൺ കാൾ വന്നിരുന്നു. ആരാ വിളിച്ചത്? സംസാരിക്കുന്നതിന് മുമ്പേ ഡിസ്കണക്ട് ആയി പോയെന്ന്. എവിടെന്നാ വിളിച്ചെന്നാ പറഞ്ഞ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചെന്നാ ഓപ്പറേറ്റർ പറഞ്ഞു. അതെങ്ങനെ അയാൾക്ക് മനസ്സിലായി? സോറി സാർ, ഞാനും ചോദിച്ചില്ല. ആ സ്ത്രീ പറഞ്ഞ തോമസും അന്ന് ഹോട്ടലുണ്ടാകുന്ന തോമസും ഒരാൾ തന്നെയാണോ? ആയിരിക്കാനാണ് സാധ്യത. ഏതായാലും ആ ആളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അവളുടെ കാമുകൻ മോഹൻ അന്നവിടെ വന്നിരുന്നു എന്നത് വാസ്തവമാണോ? അതെ, വിക്രമും ചാക്കോയും ആ റിസപ്ഷനിസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ അയാൾ പറഞ്ഞതാണ്. ബൈ ദ ബൈ, വൈ ഡോണ്ട് വി ട്രൈ ഭാർഗവൻ സ്ട്രേറ്റ്? വേണ്ട സർ, അയാൾ പഠിച്ച കള്ളനാണ്, എല്ലാം ഡിനൈ ചെയ്യും. കൂടാതെ അയാൾക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് ആസ് ഇറ്റ് ഈസ് നമ്മുടെ പക്കൽ തെളിവുകളൊന്നുമില്ല. പിന്നെ തോമസിനെ ആദ്യം ട്രൈ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. എക്സ്ക്യൂസ് മീ സർ. സാർ, മോഹൻ വീട്ടിലില്ല, മദ്രാസിൽ പോയിരിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ വരും. വന്നാൽ ഉടൻ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. പിന്നെ ആ ജേർണലിസ്റ്റ് കുമാർ വന്നിരിക്കുന്നു. വന്നോ? ആ സർ. സേതു, ഡോണ്ട് തിങ്ക് അതർവൈസ്. ഐ എം ഓൺലി റിമെമ്പറിംഗ് യു. ഇനി 4 ദിവസം കൂടെ ഉള്ളൂ. എനിക്കറിയാം സർ. കുമാർ, ആരായി പ്രൊഡ്യൂസർ തോമസ്? പണ്ട് രാജേന്ദ്ര ബാബുവിന് വെച്ചൊരു പടം തുടങ്ങി ഇടയ്ക്ക് വെച്ച് നിന്നുപോയില്ലേ, ആ ആള് തന്നെ. ഞാൻ ഓർക്കുന്നു, അതിൽ അശ്വതിയും അഭിനയിച്ചിരുന്നു. അതന്നെ. ഈ തോമസിനെ കുമാർ അറിയോ? ഞാൻ ഓർക്കുന്നില്ല സർ. വേണമെങ്കിൽ പ്രസി പോയി അയാളുടെ ഫോട്ടോഗ്രാഫോ അഡ്രസ്സോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വിവരം അറിയിക്കാം. എങ്കിൽ ഉടനെ വേണം. വിക്രം നിങ്ങളുടെ കൂടെ വരും, പ്ലീസ്. വിക്രം. സാർ. സാർ. എന്താ കുമാർ? സാർ, എന്റെ എഡിറ്റർ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. ഫിലിം ന്യൂസിൽ വിശ്വത്തെ പറ്റിയുള്ള ലേഖനം വന്നതിന് ശേഷം ഒരാൾ വിളിച്ചു ചോദിച്ചു, അശ്വതിയുടെ അടുത്ത ലേഖനം ഒരു പ്രൊഡ്യൂസർ തോമസിനെ കുറിച്ചാണോ? പക്ഷേ വിളിച്ചാളിന്റെ പേരൊന്നും പറഞ്ഞില്ല. എനിവേ, തോമസിന്റെ അഡ്രസ്സോ ഫോട്ടോയോ കിട്ടുമെന്ന് ശ്രമിച്ചു നോക്ക്. യെസ് സർ. ചാക്കോ സർ. ഇൻ ദ മീൻ ടൈം വി വിൽ ഡു വൺ തിങ്. അലക്സ് പറഞ്ഞ ആ ഹോട്ടൽ സ്വീലാൻഡില്ലേ, പോലീസ് സ്റ്റോക്ക് പോയില്ലേ, ആ ഹോട്ടൽ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം.